അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റഡി ടിപ്സ് നോക്കാം. ഫസ്റ്റ് തന്നെ ടിപ്പ് നമ്പർ 1. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ഒന്നെങ്കിൽ നമ്മൾ ഉറക്കെ വായിച്ച് പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ എഴുതി പഠിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് വായിച്ച് പഠിക്കുകയാണെങ്കിൽ ഉറക്കെ പഠിക്കുക. ഇപ്പോൾ ചിലവർക്ക് ഒരുപാട് ഒച്ചയിൽ പഠിച്ചാലേ പഠിയുള്ളൂ, ചിലർക്ക് എഴുതി പഠിച്ചാലേ പഠിയുള്ളൂ. ഒച്ചയിൽ പഠിക്കുന്നവരാണെങ്കിൽ നല്ല ബൈ ഹാർട്ടായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുക. അതായത് ഇപ്പോൾ നമ്മളൊരു സംഭവം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം വെച്ച് നമ്മൾ പഠിക്കുക. ഇപ്പോൾ എഴുതുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും എനിക്കിഷ്ടം ഒന്നുകൂടി വായിച്ച് പഠിക്കാനാണ്. അതും ഉറക്കെ തന്നെ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലോട്ട് കയറും. പിന്നെ ചില ടോപ്പിക്സ് നമുക്ക് പഠിച്ചു എന്ന് നമ്മൾ കരുതും, പക്ഷെ നമുക്കത് പഠിഞ്ഞിട്ടുണ്ടാവില്ല. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച ആ ഒരു പാരഗ്രാഫ് ആ ബുക്ക് അടച്ച് വെച്ച് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ആ തെറ്റ് എപ്പോഴാണോ തീരുന്നത് അതുവരെ നിങ്ങളത് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. അതുപോലത്തെ രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ എക്സാമിന് തലേ ദിവസമൊക്കെയായിരിക്കും ബുക്ക് തുറന്ന് നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരുപാട് പാടുണ്ട് നമുക്ക് പഠിക്കാൻ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും വെറി അടിക്കരുത്. കാരണം വെറി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. ഒന്നും പഠിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ ടേബിളിൽ ഇങ്ങനത്തെ ഒരാൾക്കുലത്തെ സാധനങ്ങളും പാടില്ല. അതായത് നമ്മൾ ടേബിൾ ഫുൾ ക്ലീൻ ആയി നീറ്റായിരിക്കണം. പിന്നെ നമുക്ക് പഠിക്കാനൊന്നും മൂടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുട്ടി ജേർണൽ ചെയ്യുക. അതായത് ഒരു 1-2 മിനിറ്റ് മാത്രമുള്ള ഒരു ജേർണൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, നിങ്ങളിതെല്ലാം ചെയ്തു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് 100 ആവാറായി. അപ്പോൾ നമ്മളൊരു ഗിവ് അവേ നോക്കുന്നുണ്ട്. ബൈ.